അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉപകാരപ്രദമായ അറിവുകൾ എന്ന ശീർഷകത്തിൽ 22ാമത്തെ ക്ലാസ്സാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് സഅദ് ഇബ്നു മാലിക് ഇബ്നു സിനാൻ എന്നാണ്. അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ലാ ലററ വലാ ളിറാറ, അക്രമമില്ല. ലാ ലററ, അക്രമമില്ല അഥവാ അക്രമം പ്രവർത്തിക്കരുത്. വലാ ളിറാറ, ആക്രമിക്കപ്പെടാനും പാടില്ല. ദ്രോഹം പാടില്ല, ദ്രോഹിക്കപ്പെടാനും പാടില്ല. മറ്റൊരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അക്രമിയെയും ആക്രമിക്കപ്പെടുന്നവനെയും നിങ്ങൾ സഹായിക്കുക എന്ന്. സഹാബാക്കൾ ചോദിച്ചു, ആക്രമിക്കപ്പെടുന്നവനെ സഹായിക്കുക എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ അക്രമിനെ എങ്ങനെ ഞങ്ങൾ സഹായിക്കാൻ പറ്റുക? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്രമിയുടെ കൈക്ക് പിടിക്കുക, അക്രമം നടത്താൻ സമ്മതിക്കാതിരിക്കുക. അപ്പോൾ അയാൾ രക്ഷപ്പെടും. അതേപോലെ തന്നെ അയാളുടെ അക്രമത്തിൽ നിന്ന് ആരെയാണോ അയാൾ ആക്രമിക്കുന്നത് അയാളും രക്ഷപ്പെടും. ഇത് തന്നെയാണ് ലാ ലററ വലാ ളിറാറ എന്ന് പറയുന്നത്. ഉപദ്രവം ഇല്ല, ഉപദ്രവിക്കപ്പെടാനും പാടില്ല. നമ്മൾ നമ്മളുടെ കൈകൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ കാരണത്താൽ ഒരാൾക്കൊരു ഉപദ്രവം വരാതിരിക്കണം എന്ന് നമ്മൾ കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിക്കണം. നമ്മളെക്കൊണ്ട് വേറൊരാൾക്ക് ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല. ഉപദ്രവിക്കപ്പെടുന്ന അവസ്ഥയും ഉണ്ടാവാൻ പാടില്ല. വേറൊരാൾക്ക് ഉപദ്രവം ഏൽക്കരുത്. നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല, അല്ലാത്ത നിലക്കും ഉപദ്രവം ഉണ്ടാവരുത്. നേരത്തെ സൂചിപ്പിച്ച പോലെ അക്രമം പ്രവർത്തിക്കുന്നവനെ നമ്മൾ തടഞ്ഞു കഴിഞ്ഞാൽ ആ അക്രമം അവിടെ ഉണ്ടാവില്ല, ആക്രമിക്കപ്പെടുകയും ചെയ്യൂല. ഈ നിലക്കാണ് നമ്മൾ ഭൂമിയിലെ സമാധാനം കണ്ടെത്തേണ്ടത്. നമ്മളെപ്പോലെ തന്നെ ജീവിക്കാൻ സഹജീവികൾക്കും അവകാശമുണ്ട്. മനുഷ്യന് മാത്രമല്ല, ജന്തുക്കൾക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. കൃഷി സംരക്ഷിക്കപ്പെടേണ്ടതാണ്, അത് ആക്രമിക്കപ്പെടേണ്ടതല്ല, നശിപ്പിക്കപ്പെടേണ്ടതല്ല. കന്നുകാലികളും മറ്റ് ജീവജാലങ്ങളുമൊക്കെ നമുക്ക് ചുറ്റും നിലനിൽക്കേണ്ടതാണ്. അക്രമത്തിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും നമ്മൾ മാറി നിൽക്കുക. ഒരു ഉമ്മത്തം വസത്ത്, മധ്യമ സമുദായമായിട്ട്, സമൂഹമായിട്ട് നമുക്ക് നിലനിൽക്കാൻ സാധിക്കുക. അതിന് ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണോ അനുയോജ്യമായിട്ടുള്ളത് അത് മാത്രം നമ്മിൽ നിന്നുണ്ടാവുക. ഒരക്രമവും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല. ഒരു വിശ്വാസി ഒരിക്കലും ഒരു അക്രമിയാവില്ല. അക്രമം അയാൾക്ക് ചെയ്യാൻ കഴിയില്ല. ഒന്നാമത്, ഏതുവരെയാണ് അയാളുടെ ജീവിതം ഇവിടെ ഉള്ളതിനെ പറ്റി അറിയില്ലല്ലോ. ഏത് സമയവും ജീവിതം അവസാനിപ്പിച്ച് നമുക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. നമ്മൾ വന്നതും നാം അറിയാതെയാണ്, നമ്മൾ പോകുന്നതും ആരും അറിയാതെയാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവിധ ദ്രോഹങ്ങളിൽ നിന്നും, മനുഷ്യനും ജന്തുക്കൾക്കുമൊന്നും പ്രയാസം വരുത്തുന്ന എല്ലാ തരത്തിലുള്ള കർമ്മങ്ങളിൽ നിന്നും നമുക്ക് മാറി നിൽക്കാൻ സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.